ഈ സൽമാൻ ഖാനുമായി ബന്ധപ്പെട്ട് പല സുരക്ഷാ പ്രശ്നങ്ങളും കുറച്ച് നാളുകളായി ചർച്ച ചെയ്യുകയാണ്. കാരണം ഒരു അധോലോക നായകൻ ലോറൻസ് ബിഷ്ണോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ സൽമാൻ ഖാനെ കൊലപ്പെടുത്തുമെന്നെല്ലാം ഈ അവകാശവാദം ഉന്നയിക്കുന്നത് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ചിലരും മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഈ സൽമാൻ ഖാനുമായി സൗഹൃദത്തിലുള്ളവരും മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സൽമാൻ ഖാൻ്റെ മുംബൈയിലെ വസതിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സൽമാൻ ഖാൻ ഭയപ്പെടുകയാണോ? സൽമാൻ ഖാൻ അതെ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുംബൈയിലെ ബാന്ദ്രയിലെ വസതിയിലാണ് ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. സൽമാൻ ഖാൻ ഭയപ്പെടുകയാണോ എന്ന് ചോദിച്ചാൽ അതെ, ഉറപ്പായും ഭയപ്പെടുകയായിരിക്കും. കാരണം ഒന്നിലധികം, അതായത് അദ്ദേഹത്തിന് വധഭീഷണി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായി അദ്ദേഹത്തിന് വധഭീഷണിയുണ്ട്. അതായത് ലോറൻസ് ബിഷ്ണോയി തന്നെയാണ് അദ്ദേഹത്തിന് കൂടുതലും വധഭീഷണി മുഴക്കുന്നത്. നേരത്തെയൊക്കെ ആണെങ്കിൽ മുംബൈ പോലീസിന് ഈ വധഭീഷണി കൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു സൽമാൻ ഖാനത്. കാരണം അടിക്കടി ഇദ്ദേഹത്തിന് വധഭീഷണി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ അതായത് കൊച്ചു കുട്ടികൾ വരെ ഇദ്ദേഹത്തിനെതിരെ വധഭീഷണി മുഴക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് പോലീസ് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. കൂടുതലും അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ, അതായത് കൃഷ്ണമൃഗത്തിനെ വേട്ടയാടിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് വധഭീഷണി കൂടുതലായിട്ട് വന്നത്. പിന്നീട് ഇദ്ദേഹം 2 കോടി രൂപ നൽകിയില്ലെങ്കിൽ ഇദ്ദേഹത്തിന് കൊല്ലുമെന്ന് ലോറൻസ് ബിഷ്ണോയുടെ സഹോദരൻ അൻമോൾ ബിഷ്ണോയി പറയുന്നു. അങ്ങനെ ഒരുപാട് വിവാദങ്ങളാണ് സൽമാൻ ഖാനെ ചുറ്റിപ്പറ്റി ഉയർന്നു വന്നിരുന്നത്. അപ്പോഴാണ് ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുംബൈയിലെ വസതിയിൽ വെടിവെപ്പ് നടത്തിയത്. അതും ലോറൻസ് ബിഷ്ണോയുടെ സംഘത്തിൽപ്പെട്ട 2 പേർ തന്നെയായിരുന്നു. പിന്നീടാണ് പോലീസ് അത് വെളിപ്പെടുത്തിയത്. അപ്പോൾ അതിനുശേഷമാണ് സുരക്ഷ ഒരുക്കിയത്. ഇപ്പോഴിതാ വീണ്ടും അദ്ദേഹത്തിന് വധഭീഷണി മൂലം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഗാലക്സി എന്ന വീടിൻ്റെ ബാൽക്കണിയിലാണ് ഗ്ലാസ് ഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഇവിടെ വെച്ചാണ് ഈ ലോറൻസ് ബിഷ്ണോയി സംഘത്തിലെ 2 പേർ ഇദ്ദേഹത്തിൻ്റെ വസതിക്ക് നേരെ വെടിവെച്ചത്. അവിടെയാണ് ഇപ്പോൾ ബുള്ളറ്റ് പ്രൂഫ്. ജയിലിൽ ഇരുന്നിട്ടാണല്ലോ ഇത്തരം അതെ ജയിലിൽ ഇരുന്നിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇതിൽ പോലീസിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? കാരണം ജയിലിലിരുന്ന ഒരു പ്രതി ഈ പുറത്തു നടക്കുന്ന കാര്യങ്ങൾക്ക് നിയന്ത്രിക്കാനുള്ള അവസരം ഒരുക്കുകയാണ്. അത് പോലീസിൻ്റെ വീഴ്ചയല്ലേ? പോലീസിന് നേരെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഒരു ജയിലിൽ ഒരു പ്രതിക്ക്, അതായത് ലോറൻസ് ബിഷ്ണോയി എന്ന് പറയുന്നത് അയാളൊരു ഗുണ്ടാ തലവനാണ്. അപ്പോൾ അയാൾക്ക് എന്തായാലും ഒരുപാട് സൗകര്യങ്ങൾ അവിടെ തന്നെ ഒരുക്കി കാണും. ചിലപ്പോൾ അയാൾക്ക് മൊബൈൽ ഫോൺ കാണും. ഈ മൊബൈൽ ഫോൺ വഴി ജയിലിൽ നിന്നൊക്കെ വഴി കോളുകൾ ലഭിക്കുന്നതായി മുംബൈ പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഈ സൽമാൻ ഖാനെതിരെ വധഭീഷണി ഉണ്ടാകുന്നത് ലോറൻസ് ബിഷ്ണോയി ജയിലിലിരുന്ന് അയാൾ വിളിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അയാൾ ഫോൺ ഉപയോഗിക്കുന്നത് അയാൾ വഴിയാണ്, ജയിലിൽ വെച്ചാണ് ഇങ്ങനെ വരുന്നതെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കവിടെ നിസ്സംശയം പറയാം. കാരണം അതിൻ്റെ എല്ലാ ഇതും അയാൾക്ക് ജയിലിൽ തന്നെ കിട്ടുന്നുണ്ടെന്ന്. ഫോണും നമുക്കറിയാമല്ലോ, ഇവിടെ ഒരു രാഷ്ട്രീയക്കാരൻ തന്നെ ഒരു സെൻട്രൽ ജയിലിലേക്ക് പോകുമ്പോൾ അയാൾക്ക് ഒരുക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഒരു ഗുണ്ടാ തലവൻ ഉറപ്പായിട്ടും അവിടെ ജയിലിൽ എങ്ങനെയായിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ചിലപ്പോൾ അയാളുടെ കൂടെ ആയിരിക്കും കൂടുതലും പോലീസുകാർക്ക് പൈസ കൊടുത്തൊക്കെ കൂടെ നിർത്തുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പല ഇതും മുംബൈ പോലീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ ജയിലിൽ ഇരുന്നാണ് ഇത് കൂടുതലുമായിട്ട് പറയുന്നത്. അങ്ങനെയാണ് ഈ വധഭീഷണി കൂടുന്നതനുസരിച്ച് സൽമാൻ ഖാന് ഇസഡ് കാറ്റഗറി, എക്സ് കാറ്റഗറി പോലെയുള്ള സുരക്ഷയൊക്കെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം ആക്രമണങ്ങളിൽ സൽമാൻ ഖാൻ ഭയപ്പെട്ട ഒരു അവസ്ഥയാണല്ലോ ഇത്തരം സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് നാം അതെ, ഈ വെടിവെപ്പ് കൊണ്ട് തന്നെ അദ്ദേഹം കുറച്ച് പകച്ച ഒരു ഇതിൽ തന്നെയാണ്. കാരണം നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല ഒരു നടൻ്റെ വസതിക്ക് നേരെ ഒരു വെടിവെപ്പ് ഉണ്ടാകുന്നത്, പെട്ടെന്നൊരു വെടിവെപ്പ് ഉണ്ടാകുന്നത്. അത് വിദേശ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അത്രത്തോളം ഒരു ഭീതി പടർത്തിയ ഒരു സംഭവം തന്നെയാണ്. പിന്നീട് എവിടെ പോയാലും പിന്നീട് സൽമാൻ ഖാൻ ഒരു കാവലായിരുന്നു. ഇപ്പോൾ പോലും ഒരു തോക്ക് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു കോൺസ്റ്റബിളിനെ കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ പോലീസ് വെച്ചിട്ടുണ്ട്. പിന്നീട് അല്ലാതെ അദ്ദേഹം പോകുമ്പോൾ പിന്നാലെ പോലീസിന്റെ സംരക്ഷണം. അങ്ങനെയാണ് ഇപ്പോൾ സൽമാൻ ഖാൻ എല്ലാ സെറ്റിലും എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലും എന്തായാലും സിനിമകളൊന്നും ഇപ്പം വലിയ വിജയങ്ങളൊന്നും കൊയ്യുന്നില്ല. നമുക്കറിയാം, ബോളിവുഡ് ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം പണ്ടത്തെ പോലെ സിനിമകളൊന്നും ഇപ്പോൾ വരുന്നില്ല. പണ്ട് നമ്മളെല്ലാവരും ഈ സൽമാൻ ഖാൻ്റെതും അമീർ ഖാൻ്റെതും ഷാറുഖ് ഖാൻ്റെതൊക്കെ സിനിമകൾ നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. കാരണം അത് കാണാനാണ് എല്ലാവരും കാത്തിരുന്നത്. ഇപ്പോൾ ഇവരുടേതായ ഒരു സിനിമകളും ഇറങ്ങുന്നില്ല. പിന്നീട് അക്ഷയ്
കുമാറിൻ്റെ സിനിമകളാണ് ഇപ്പോൾ കൂടുതലും ഇറങ്ങുന്നത്. പക്ഷേ അത് വമ്പൻ പരാജയമായിട്ടാണ് മാറുന്നത്. അപ്പോൾ ബോളിവുഡ് ഒരു തകർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ സൽമാൻ ഖാൻ ഒരു വധഭീഷണിയും, അതെ, കീർത്തി സുരേഷ്, അത് ആറ്റ്ലി സംവിധാനം ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു തെരിയുടെ റീമേക്കാണ് ഹിന്ദിയിൽ ചെയ്തത്. പക്ഷേ അതും വലിയ വിജയമൊന്നും അതിനും കൊയ്യാൻ സാധിച്ചിട്ടില്ല. അത് വൻ പരാജയമായിട്ടാണ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തകർച്ചയുടെ വക്കിലാണ് ഇപ്പോൾ സൽമാൻ ഖാനെ പോലെ ഇത്രയും പ്രസിദ്ധനായ ഒരു നടനൊരു വധഭീഷണിയൊക്കെ ഉണ്ടായി അങ്ങനെ ഒരു സുരക്ഷാ കവചമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബാബ സിദ്ദിഖി, NCP നേതാവ്, അദ്ദേഹം വെടിയേറ്റ് മരിച്ചായിരുന്നല്ലോ. അപ്പം അതിനുശേഷവും സിദ്ദിഖിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കൃത്യമായി പ്രതികളെ പിടികൂടിയിരുന്നെങ്കിൽ സൽമാൻ ഖാന്റെ ബന്ധപ്പെട്ട ഈ ആക്രമണങ്ങളിൽ ഒരു വ്യക്തത വന്നതന്നെയല്ലോ. അതെ, സിദ്ദീഖിയുടെ വധത്തിൽ എനിക്ക് തോന്നുന്നു 11ഓളം പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോറൻസ് ബിഷ്ണോയുടെ അല്ലാതെ ഇവർക്ക് കൂട്ടുനിന്ന മറ്റ് പ്രതികളെയും മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതായത് ചിലപ്പോൾ നാളെ വരെ വാർത്ത വരാം, ബാബ സിദ്ദീഖിയുടെ കൊലപാതകത്തിൽ വീണ്ടും വൻ വഴിത്തിരിവ്, ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തേക്കുന്നു. അപ്പോൾ പോലീസിന് തന്നെ അറിയില്ല എത്ര പേരാണ് ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനി എത്ര പേര് അറസ്റ്റ് ചെയ്യാനുണ്ട് എന്ന് പോലീസിന് പോലും അറിയില്ല. അപ്പോൾ ബാബ സിദ്ദീഖിയുടെ കേസിൽ ഇപ്പോഴും അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഈ ബാബ സിദ്ദീഖി കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് സൽമാൻ ഖാൻ്റെ സുഹൃത്താണെന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സുരക്ഷ കുറച്ചും കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം സുരക്ഷ വർദ്ധിപ്പിച്ച്, ഞാൻ പറഞ്ഞല്ലോ ആദ്യം വധഭീഷണി സൽമാൻ ഖാൻ ഒരുപാടുണ്ടായിരുന്നു. ഒരു കൃഷ്ണമൃഗത്തിനെ വേട്ടയാടിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് ഈ വധഭീഷണി കൂടുതലായി വന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് കൊല്ലപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും സുരക്ഷ വർദ്ധിപ്പിക്കുന്ന മുംബൈ പോലീസ് ചെയ്യും. അത് എല്ലാ നടന്മാർക്കും അങ്ങനെയാണല്ലോ. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് എന്തായാലും ഒരു ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്സാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്നാണ് അദ്ദേഹം ജനങ്ങളെ, അതായത് അദ്ദേഹത്തിൻ്റെ ഫാൻസിനെ അഭിവാദ്യം ചെയ്യുന്നത്. ആ അഭിവാദ്യം ചെയ്യുന്ന ജനലാണ് ആദ്യമേ ലോറൻസ് ബിഷ്ണോയി സംഘം വന്ന് വെടിവെച്ച് തകർത്തത്. അപ്പോഴാണ് വീണ്ടും ഒരു ബുള്ളറ്റ് പ്രൂഫ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ സൽമാൻ ഖാൻ മാത്രമല്ലല്ലോ, ഈ ഷാറൂഖ് ഖാനും ഉൾപ്പെടെയുള്ള പല ബോളിവുഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും വലിയ രീതിയിലുള്ള ഭീഷണികൾ നിലനിൽക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് മുംബൈ അധോലോകവുമായി ബന്ധപ്പെട്ടാണ് ഡി കമ്പനിയുടെ ദാവൂദിൻ്റെ ഭാഗത്ത് നിന്നും വർഷങ്ങളായി തന്നെ മുൻപ് 2000-ന് മുൻപും 2000-ന് ശേഷവും എല്ലാം അത് സജീവമായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് അത് അത്ര ഒന്ന് തണുത്തിരുന്നു. ഇപ്പോൾ വീണ്ടും അത്തരം ഈ ഭീഷണികൾ ഉയർന്നു വരികയാണല്ലോ. അതെ, ബോളിവുഡ് താരങ്ങൾക്കെതിരെ എപ്പോഴും വധഭീഷണി ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം. ഇപ്പോൾ വലിയ രീതിയിൽ ബോളിവുഡും തകരുകയില്ലേ ഈ സൗത്ത് സിനിമകളുടെ വലിയ കടന്നുകയറ്റത്തോടു കൂടി തന്നെ. അതെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ ഒരുപാട് ഇറങ്ങുന്നത് അക്ഷയ് കുമാറിൻ്റെ സിനിമകളാണ്. അത് ചേട്ടൻ കണ്ടാണ്. അക്ഷയ് കുമാറിൻ്റെ ദയനീയമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രത്തോളം വമ്പൻ പരാജയമാണ് അദ്ദേഹത്തിൻ്റെ സിനിമ തിയേറ്ററുകൾ നേരിടുന്നത്. പിന്നീട് ഇപ്പോൾ ആറ്റ്ലി സംവിധാനം ചെയ്ത തെരിയുടെ റീമേക്ക്, അതും വളരെ പരാജയമാണ്. പിന്നീട് നമ്മൾ സംസാരിച്ചത് ഷാറൂഖ് ഖാൻ. അതെ, ബോളിവുഡ് താരങ്ങൾക്കെതിരെ എപ്പോഴും വധഭീഷണി ഒരു ട്രെൻഡിങ് ആണ്. ഇപ്പോൾ സൽമാൻ ഖാൻ ആയിരുന്നു, പിന്നീട് ഇടയ്ക്ക് വെച്ചാണ് ഷാറൂഖ് ഖാനെതിരെ വധഭീഷണി വന്നത്. അങ്ങനെ ഷാറൂഖ് ഖാന് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എക്സ് കാറ്റഗറിയിലുള്ള സുരക്ഷയായിരുന്നു ഷാറൂഖ് ഖാന് മുംബൈ പോലീസ് ഒരുക്കിയിരുന്നത്. അപ്പോൾ എന്തായാലും ഈ വധഭീഷണി, ഇടയ്ക്കിടയ്ക്കുള്ള വധഭീഷണി എന്തായാലും നടന്മാരുടെ ഒരു സുരക്ഷയെ ചൊല്ലി വളരെയധികം വ്യാകുലതകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ സൽമാൻ ഖാൻ തന്നെ ഇത് നിരന്തരമായുള്ള എത്രാമത്തെയാണ് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കത്തില്ല, അത്രത്തോളം ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ മറ്റേതൊക്കെ നടന്മാർക്കാണ് ലോറൻസ് ബിഷ്ണോയി പോലെയുള്ള മറ്റ് ഗുണ്ടാ തലവന്മാർ ഭീഷണി ഉയർത്തുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ബാബ സിദ്ദീഖിയുടെ വധവുമായി ബന്ധപ്പെട്ട് കുറേ ഗുണ്ടാ തലവന്മാർ അറസ്റ്റിലായിട്ടുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, സൽമാൻ ഖാനെതിരെ ഭീഷണി ഉയർത്തിയതിന് യുവാക്കൾ വരെ അറസ്റ്റിലായ സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഷാറൂഖ് ഖാൻ ഭീഷണി ഉയർത്തിയ ആളെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനിയും ബോളിവുഡ് നടന്മാർക്കെതിരെ ഇനിയും ഇതേപോലെ വധഭീഷണി ഉണ്ടാകുക. ഇപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് വരെ ഘടിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ബുള്ളറ്റ് പ്രൂഫ് ഘടിപ്പിച്ച ഉടനെ തന്നെ മറ്റൊരു വധഭീഷണി നമുക്ക് ഉറപ്പായിട്ട് സൽമാൻ ഖാൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഉടനെ തന്നെ ഒരു വധഭീഷണി വരുമെന്ന്. എന്തായാലും ഈ മുംബൈ പോലീസിൻ്റെ ഒരു അനാസ്ഥ തന്നെയാണ് തുടർച്ചയായി വധഭീഷണി ഉണ്ടാകുന്നത്. എന്തായാലും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ. ഈ വധഭീഷണികളൊക്കെ വേറെ പേരിൽ മാത്രം ഒതുങ്ങട്ടെ. അദ്ദേഹത്തിന് യാതൊരു ആപത്തുമില്ലാതെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇനിയും തിയേറ്ററിൽ വൻ വിജയമാകട്ടെ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം പുറത്ത് വരട്ടെ, തിയേറ്ററിലെത്തട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ സുരക്ഷയും മുംബൈ പോലീസിൻ്റെ ഈ സുരക്ഷ അദ്ദേഹത്തിൻ്റെ ഒരു രക്ഷാകവചമായി തന്നെ ഇരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം.